നമസ്കാരം സുഹൃത്തുക്കളെ, വർക്കലയിലെ ആ ദുരൂഹതകൾക്ക് ശേഷം നമ്മളിന്ന് പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ഇത്തവണ ആലപ്പുഴയിലെ കായൽപ്പരപ്പുകളിലേക്കാണ് നമ്മുടെ യാത്ര. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ മലയാളി കുടുംബത്തിൻ്റെയും വലിയൊരു സ്വപ്നമാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം. ഇറ്റലിയിലേക്കും UK-യിലേക്കും പറക്കുന്നവർ പിന്നിലാക്കി പോകുന്ന വീടുകളും സ്വത്തുകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇറ്റലിയിലേക്ക് പോയി എന്നെല്ലാവരെയും വിശ്വസിപ്പിച്ച് ഒരു നാടിനെ മുഴുവൻ കബളിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് പോയ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ 5 വർഷമായി ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു ഹൗസ് ബോട്ട്. അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ സത്യം ഇന്ന് രുദ്രനും സംഘവും പുറത്തെടുക്കും. ഹെഡ്ഫോൺസ് ഉപയോഗിക്കുക, നമുക്ക് തുടങ്ങാം. ആലപ്പുഴ ബൈപ്പാസിലൂടെ രുദ്രൻ്റെ ബൊലേറോ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നു. പുറത്ത് കഠിനമായ ചൂടാണ്. AC ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടിക്കുള്ളിലെ ഉഷ്ണത്തിന് വലിയ കുറവൊന്നുമുണ്ടായിരുന്നില്ല. സാറേ, കുഞ്ഞുമോൻ തൻ്റെ ഷർട്ടിൻ്റെ കോളർ വിടർത്തി വീശിക്കൊണ്ട് പറഞ്ഞു. ഈ ആലപ്പുഴയിലെ ചൂട് ഇടുക്കിക്കാരനായ എനിക്കത്ര പിടിക്കുന്നില്ല. പക്ഷേ പുന്നമടയിൽ നല്ല കരിമീൻ പൊള്ളിച്ചത് കിട്ടുന്നൊരു കടയുണ്ട്. പള്ളത്തുരുത്തി പാലം കഴിഞ്ഞാൽ ഉടനെയാണ്. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുൻപ് നമുക്കവിടെയൊന്ന് കയറിയാലോ? കുഞ്ഞുമോനെ, ഈ സ്ഥലത്തെ മാർഷ് ഗ്യാസും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ ഈ ചീഞ്ഞ മണവുമാണ് ഇപ്പോഴെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് വിശപ്പല്ല, വല്ലാത്തൊരു തലകറക്കമാണ് വരുന്നത്. ഈ പുന്നമടക്കായലിൽ ഇത്രയധികം മാലിന്യങ്ങൾ എങ്ങനെയാണ് ആളുകൾ തള്ളുന്നത്? ഫെലിക്സ് തൻ്റെ സാനിറ്റൈസർ എടുത്ത് കൈകളിൽ തേച്ചു. രുദ്രൻ നിശബ്ദനായി പുറത്തെ കായൽ പരപ്പിലേക്ക് നോക്കി. വഞ്ചി വീടുകൾ ഒന്നിനു പുറകെ ഒന്നായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാരികളുടെ ആരവങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഇരുണ്ട കോണുകൾ ഈ കായലിനുമുണ്ടെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. മനുഷ്യർ പലപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ് കുഞ്ഞുമോനെ, രുദ്രൻ മെല്ലെ പറഞ്ഞു. ഒരു കുടുംബം പെട്ടെന്ന് ഇറ്റലിയിലേക്ക് പോകുന്നു എന്ന് നാട്ടുകാരോട് പറയുന്നു. അവരുടെ വീടും പറമ്പും വിൽക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എയർപോർട്ട് സെൽഫികൾ ഇടുന്നു. എന്നിട്ടവർ അപ്രത്യക്ഷമാകുന്നു. ആരും പിന്നെ അവരെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അവർ ഇറ്റലിയിൽ സുഖമായി ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം അതല്ലെങ്കിലോ? കുഞ്ഞുമോനൊന്ന് ഞെട്ടി. അപ്പോൾ സാറ് പറയുന്നത് ചാക്കോയും കുടുംബവും ഇറ്റലിയിൽ പോയിട്ടില്ല എന്നാണോ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5 വർഷമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ആ ഹൗസ് ബോട്ട്, അതിനുള്ളിലാണ് ഉത്തരമുള്ളത്. പള്ളത്തുരുത്തി പാലത്തിനടുത്ത് ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ കനാലിലാണ് ആ ഹൗസ് ബോട്ട് കെട്ടിയിട്ടിരുന്നത്. പായലും കാട്ടുചെടികളും പടർന്നു പന്തലിച്ച് ആ വഞ്ചിവീടിൻ്റെ രൂപം തന്നെ മാറ്റിയിരിക്കുന്നു. മരപ്പലകകൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബെത്ലഹേം എന്നായിരുന്നു ആ ബോട്ടിൻ്റെ പേര്. ഒരിക്കൽ വളരെ ആഡംബരമായിരുന്നൊരു ബോട്ട്. ലോക്കൽ SI വർഗീസ് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. നമസ്കാരം സാർ, വർഗീസ് സല്യൂട്ട് ചെയ്തു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലീനിംഗ് ഡ്രൈവിൻ്റെ ഭാഗമായി ഈ കനാൽ വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് ഈ ബോട്ട് കണ്ടത്. വർഷങ്ങളായി ഇതിവിടെ കിടക്കുകയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ വാതിലുകളാണ് സാർ. ഇതിൻ്റെ പ്രധാന വാതിൽ അകത്തുനിന്ന് വലിയ പൂട്ടുകളിട്ട് പൂട്ടിയിരിക്കുന്നു. പുറത്തുനിന്നല്ല, അകത്തുനിന്ന്. രുദ്രൻ ആ ബോട്ടിനടുത്തേക്ക് നടന്നു. ചീഞ്ഞഴുകിയ മരത്തിൻ്റെ ഗന്ധം അവിടെ രൂക്ഷമായിരുന്നു. കുഞ്ഞുമോൻ ഒരു ഇരുമ്പ് കമ്പിയുമായി വന്ന് ആ വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഫെലിക്സ് തൻ്റെ മാസ്ക് ധരിച്ച് രുദ്രനൊപ്പം ബോട്ടിനുള്ളിലേക്ക് കയറി. വാതില് തുറന്നതും അകത്തുനിന്നും വല്ലാത്തൊരു തണുത്ത കാറ്റ് പുറത്തേക്ക് വന്നു. വായുസഞ്ചാരമില്ലാത്തൊരു മുറിക്കുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം. രുദ്രൻ തൻ്റെ ടോർച്ച് തെളിച്ചു. അകത്തെ കാഴ്ച അവരെ അമ്പരപ്പിച്ചു. ബോട്ടിനുള്ളിലെ ഡൈനിങ് ടേബിൾ 4 പേർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. വിന കൂടിയ ഇറ്റാലിയൻ വൈൻ കുപ്പികൾ മേശപ്പുറത്തുണ്ട്. ഗ്ലാസുകളിൽ പകുതി കുടിച്ച നിലയിൽ വൈൻ ഉണങ്ങിപ്പിടിച്ചു കിടക്കുന്നു. പ്ലേറ്റുകളിൽ അഴുകി മണ്ണായി മാറിയ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ. അതൊരു വിരുന്നിൻ്റെ ഇടയിൽ പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നിപ്പിച്ചു. സാറേ, ഇവിടെ നോക്കൂ. കുഞ്ഞുമോൻ താഴെ വീണ് കിടക്കുന്ന ഒരു ലെതർ ബാഗ് ചൂണ്ടിക്കാണിച്ചു. ഫെലിക്സ് ഗ്ലൗസ് ധരിച്ച് ആ ബാഗ് എടുത്ത് പരിശോധിച്ചു. അതിനുള്ളിൽ നിന്നും ചില രേഖകൾ പുറത്തെടുത്തു. രുദ്രന്റെ ടോർച്ച് വെളിച്ചത്തിൽ ആ രേഖകൾ തെളിഞ്ഞു വന്നു. ചാക്കോ, ഭാര്യ മറിയാമ്മ, മക്കളായ ടോം, സാറ, 4 പേരുടെയും പാസ്പോർട്ടുകൾ. അതിനോടൊപ്പം 2019 നവംബർ മാസത്തിലെ ഇറ്റലിയിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ. ഒന്നുപോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ഇവർ പോയിട്ടില്ല, ഫെലിക്സ് മന്ത്രിച്ചു. യാത്രയ്ക്ക് തൊട്ടുമുൻപ് ഇവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഫെലിക്സ് തൻ്റെ സ്കാനർ ഉപയോഗിച്ച് ബോട്ടിൻ്റെ തറ പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബോട്ടിൻ്റെ പിൻഭാഗത്തെ ഒരു മരപ്പലകയുടെ ഇടയിൽ നിന്നും കറുത്ത നിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വരുന്നത് അയാൾ കണ്ടു. അയാൾ ആ പലക മെല്ലെ നീക്കി. അതിനടിയിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. ഫെലിക്സ് അവിടേക്ക് ലൈറ്റ് അടിച്ചു. അയാളുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. അയാൾ വല്ലാതെ ശ്വാസം വലിച്ചു. രുദ്രൻ സാർ, ഇതൊന്നു നോക്കൂ. ആ രഹസ്യ അറയ്ക്കുള്ളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിൽ ചിലതിരിപ്പുണ്ടായിരുന്നു. 4 വലിയ പ്ലാസ്റ്റിക് കവറുകൾ. അതിൽ നിന്നും വരുന്ന ആ ദ്രാവകത്തിന് വല്ലാത്തൊരു ലോഹഗന്ധമായിരുന്നു. രുദ്രൻ തൻ്റെ തൂവാല മൂക്കത്ത് വെച്ച് മന്ത്രിച്ചു. ഇറ്റലിയിലല്ല കുഞ്ഞുമോനെ, ആ 4 പേരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്.
ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറി. ആ മുറിക്കുള്ളിലെ ഗന്ധം സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 5 വർഷമായി വെള്ളം കെട്ടിക്കിടന്ന ആ ബോട്ടിന്റെ അടിത്തട്ടിൽ കിടന്ന ശരീരങ്ങൾ അഴുകുകയല്ല ചെയ്തത്, മറിച്ച് അഡിപ്പോസിയർ അഥവാ ഗ്രേവ് വാക്സ് എന്നു പറയുന്ന വാക്സ് പോലുള്ള വസ്തുവായി മാറിയിരുന്നു. ശരീരത്തിലെ കൊഴുപ്പ് സോപ്പ് പോലൊരു വസ്തുവായി മാറുന്ന രാസപ്രക്രിയ. ഡോക്ടർ ഫെലിക്സ് തോമസ് തന്റെ മൂക്കിന് താഴെ അല്പം വിക്സ് പുരട്ടി, എന്നിട്ട് ഡബിൾ ലെയർ N95 മാസ്ക് വെച്ചു. അയാളുടെ കണ്ണുകൾ അല്പം ചുവന്നിരുന്നു. രുദ്രൻ നായർ പതിവ് പോലെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സ്റ്റീൽ ടേബിളിൽ കിടക്കുന്ന ആ 4 ശരീരങ്ങളെയും നോക്കി നിന്നു. സർ, ടാബ്ലറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഫെലിക്സ് പറഞ്ഞു, ഇതൊരു സാധാരണ മരണമല്ല. ബോട്ടിന്റെ വാതിൽ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നല്ലോ. ഇവരുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള മൽപ്പിടുത്തം നടന്നതിന്റെ പാടുകളില്ല, അസ്ഥികൾക്കൊന്നും യാതൊരു കേടുപാടുകളുമില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ മരിച്ചത്? രുദ്രൻ ചോദിച്ചു. നമ്മൾ അവിടെ കണ്ട ഇറ്റാലിയൻ വൈൻ, ഈ ശരീരങ്ങളുടെ ഉണങ്ങിയ ആമാശയത്തിൽ നിന്നും എടുത്ത സാമ്പിളുകൾ ഞാൻ ടോക്സിക്കോളജി ലാബിലേക്ക് അയച്ചിരുന്നു. അതിൽ അമിതമായ അളവിൽ പൊട്ടാഷ്യം സയനൈഡിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് സാർ. അതൊരു സന്തോഷകരമായ അത്താഴമായിരുന്നു. പക്ഷേ വൈൻ ഗ്ലാസിൽ ആരോ സയനൈഡ് കലർത്തി. 4 പേരും നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു വീണു. രുദ്രൻ ആ ശരീരങ്ങളിലേക്ക് വീണ്ടും നോക്കി. ചാക്കോ, ഭാര്യ മറിയാമ്മ, മകൻ ടോം, മകൾ സാറ. ഒരു കുടുംബം മുഴുവൻ വൈൻ കുടിച്ചു മരിക്കുക. എന്നിട്ട് ആരോ അവരെ പ്ലാസ്റ്റിക് കവറിലാക്കി ബോട്ടിന്റെ തറയ്ക്കടിയിൽ ഒളിപ്പിച്ചു. അപ്പോൾ വാതിൽ അകത്തുനിന്നും പൂട്ടിയതെങ്ങനെയാണ്? കൊലയാളി ബോട്ടിന്റെ ജനലിലൂടെ പുറത്തു കിടന്നതാണോ? പുന്നമടക്കായലിന്റെ തീരത്തുള്ള ഒരു ചെറിയ ഷാപ്പ്. കുഞ്ഞുമോൻ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ആ നിമിഷമെത്തി. അവന്റെ മുന്നിലെ വാഴയിലയിൽ ആവി പറക്കുന്ന കപ്പയും നല്ല ഒന്നാന്തരം കരിമീൻ പൊള്ളിച്ചതും ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞുമോൻ വലിയൊരു കഷ്ണം കരിമീൻ അടർത്തി കപ്പയോടൊപ്പം വായിലിട്ടു. അവർക്ക് മുന്നിലായി മത്തച്ഛൻ എന്നൊരു പ്രായമായ ബോട്ട് ബ്രോക്കർ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് കള്ളു കുടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സാറേ, ഈ ചാക്കോ ഒരു വലിയ ഫ്രോഡായിരുന്നു. ഇറ്റലിയിലും ലണ്ടനിലും നഴ്സിംഗ് വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ട പിള്ളാരുടെ കയ്യിൽ നിന്നും അവൻ കോടികളാണ് പിരിച്ചത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിസയുമില്ല, പണവുമില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ആളുകൾ അവന്റെ വീടിന് മുന്നിൽ വലിയ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഒരിക്കൽ പണം ചോദിച്ചു വന്നവരോട് അവൻ പറഞ്ഞു, എല്ലാവർക്കും ഒരുമിച്ച് വിസ വരുമെന്നും അത് നേരിട്ട് പോയി വാങ്ങാൻ താൻ കുടുംബവുമായി ഇറ്റലിയിലേക്ക് പോകുകയാണെന്നും. അതിനുശേഷം അയാളെ ആരും കണ്ടില്ലേ? രുദ്രൻ ചോദിച്ചു. ഇല്ല സാർ, അവരും കുടുംബവും ഇറ്റലിക്ക് വിട്ടു എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചത് അവന്റെ സ്വന്തം ജ്യേഷ്ഠൻ ഔസേപ്പച്ചനാണ്. ചാക്കോയുടെ പേരിൽ ഇവിടെയുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന വലിയ തറവാടും പുരയിടവുമൊക്കെ ഔസേപ്പച്ചനെ ഏറ്റെടുത്തു. ഒരു പവർ ഓഫ് അറ്റോർണി ചാക്കോ ഒപ്പിട്ടുകൊടുത്തു എന്ന ഔസേപ്പച്ചൻ പറഞ്ഞത്. കുഞ്ഞുമോൻ കപ്പ കഴിക്കുന്നത് നിർത്തി രുദ്രനെ നോക്കി. ഔസേപ്പച്ചൻ സ്വത്തിനു വേണ്ടി സ്വന്തം അനുജനെയും കുടുംബത്തെയും ചുവരുത്തി വൈനിൽ വിഷം കലർത്തി കൊന്നതാണോ അയാൾ? എന്നിട്ട് അവർ ഇറ്റലിയിലേക്ക് പോയി എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചതോ? വളരെ വ്യക്തമായൊരു കൊലപാതക ലക്ഷ്യം, മോട്ടീവ് അവിടെയുണ്ട്. ഔസേപ്പച്ചന്റെ വീട് ഒരു വലിയ കൊട്ടാരം പോലെയായിരുന്നു. മുൻപിൽ വില കൂടിയ കാറുകൾ കിടക്കുന്നുണ്ട്. ഡ്രോയിംഗ് റൂമിലെ വലിയ സോഫയിൽ അഹങ്കാരത്തോടെ ഇരിക്കുകയായിരുന്നു ഔസേപ്പച്ചൻ. പോലീസിനെ കണ്ടിട്ടും അയാൾക്ക് വലിയ കുലുക്കമൊന്നുമുണ്ടായിരുന്നില്ല. സർ, അവൻ നാട്ടുകാരെ പറ്റിച്ച് ഇറ്റലിയിലേക്ക് മുങ്ങിയപ്പോ ഈ തറവാട് കൂടി ആ കടക്കാർ കൊണ്ടുപോകാതിരിക്കാനാണ് അവനത് എന്റെ പേരിലേക്ക് എഴുതിവെച്ചത്. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഔസേപ്പച്ചൻ ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ചോദിച്ചു. ആ പവർ ഓഫ് അറ്റോർണി ഒന്ന് കാണാമോ? രുദ്രൻ ശാന്തമായി ചോദിച്ചു. ഔസേപ്പച്ചൻ അകത്തുപോയി ഒരു ഫയൽ എടുത്തുകൊണ്ടുവന്ന് രുദ്രനു നൽകി. രുദ്രൻ ആ രേഖയിലേക്ക് തന്നെ നോക്കി നിശ്ചലനായി നിന്നു. മിനിറ്റുകളോളം ആ നിശബ്ദത നീണ്ടുനിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. നവംബർ 12. കുഞ്ഞുമോനെ, ഹൗസ് ബോട്ടിൽ നിന്നും കിട്ടിയ ഇറ്റലിയിലേക്കുള്ള വിമാന ടിക്കറ്റിലെ തീയതി എന്തായിരുന്നു? സാർ, നവംബർ 12. അതായത് ഈ രേഖയിൽ ഒപ്പിട്ട അതേ ദിവസം രാത്രിയാണ് അവർ ആ വഞ്ചിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. സ്വത്ത് നിന്റെ പേരിലേക്ക് മാറ്റി ഒപ്പുവാങ്ങിയ ശേഷം നീ അവരെ ആ പഴയ വഞ്ചിയിലേക്ക് വിരുന്നിനു വിളിച്ചു. എന്നിട്ട് വൈനിൽ സൈനൈഡ് കലർത്തിക്കൊടുത്തു, അല്ലേ ഔസേപ്പച്ച? നാട്ടുകാരോട് അവർ ഇറ്റലിയിലേക്ക് പോയെന്ന് നീ നുണ പറയുകയും ചെയ്തു. ഔസേപ്പച്ചന്റെ അഹങ്കാരം പെട്ടെന്നൊരു ഭയത്തിലേക്ക് മാറി. അയാൾ എഴുന്നേറ്റ് നിന്ന് വിയർക്കാൻ തുടങ്ങി. അല്ല സാർ, ഞാൻ സത്യം പറയാം, ഞാൻ അവനെ കൊന്നിട്ടില്ല. ആ ഒപ്പ് നവംബർ 12 അവനിട്ടതല്ല. സ്വത്തു പോകുമെന്ന് പേടിച്ച് പോയതിനു ശേഷം ഒരു വക്കീലിനെ സ്വാധീനിച്ച് ഉണ്ടാക്കിയ വ്യാജരേഖയാണത്. വേണമെങ്കിൽ നിങ്ങൾ ആ വക്കീലിനെ അന്വേഷിച്ചോളൂ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. രുദ്രൻ സാർ? ഫോണിന്റെ അങ്ങേയറ്റത്ത് ഫെലിക്സ് ആയിരുന്നു. അയാളുടെ ശബ്ദത്തിൽ വലിയൊരു പരിഭ്രാന്തിയുണ്ടായിരുന്നു.
പറയൂ ഫെലിക്സ്, ഔസേപ്പച്ചനാണ് കൊലയാളിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കാര്യങ്ങൾ ക്ലിയറാണ്. അല്ല സാർ, കാര്യങ്ങൾ ഒട്ടും ക്ലിയറല്ല, ഫെലിക്സ് ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. സാർ, ഈ 4 ശരീരങ്ങളുടെയും ഡെന്റൽ റെക്കോർഡ്സും അസ്ഥികളുടെ പഴക്കവും ബോൺ ഡെൻസിറ്റിയും ഞാൻ സ്കാൻ ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ ബോഡി ചാക്കോയുടേതാണ്, രണ്ടാമത്തേത് ഭാര്യ മറിയാമ, മൂന്നാമത്തേത് മകൻ ടോം. എന്നാൽ നാലാമത്തെ ബോഡി മകൾ സാരയുടേതല്ലേ? അല്ല സർ, ഫെലിക്സ് ഉറപ്പിച്ചു പറഞ്ഞു. ആ 4ാമത്തെ അസ്ഥികൂടത്തിന്റെ പെൽവിക് ബോൺ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ അതൊരു 18 വയസ്സുകാരി പെൺകുട്ടിയുടേതല്ല, അത് മറ്റൊരു സ്ത്രീയുടേതാണ്. സാർ, അങ്ങനെയെങ്കിൽ സാര എവിടെ? ചാക്കോയുടെ കൂടെ അന്ന് മരിച്ച ഈ 4ാമത്തെ സ്ത്രീ ആരാണ്? ആലപ്പുഴയിലെ ഒരു തട്ടുകടയിൽ നിന്നും വാങ്ങിയ പഴംപൊരിയും ബീഫും കഴിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ തലച്ചോറ് ഇരട്ടി വേഗത്തിൽ പ്രവർത്തിക്കും. ലോക്കൽ പോലീസിനും നാട്ടുകാർക്കുമിടയിൽ നിന്നും അവന് കിട്ടിയ വിവരങ്ങൾ അവൻ രുദ്രനോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. സാർ, ഈ 50 വയസ്സുകാരി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കുഞ്ഞുമോൻ ആവേശത്തോട് പറഞ്ഞു. ചാക്കോയ്ക്ക് പണം കടം കൊടുത്തിരുന്ന ഏലിക്കുട്ടി എന്നു പേരുള്ള ഒരു ബ്ലേഡ് പലിശക്കാരിയുണ്ടായിരുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായം വരും. നാട്ടുകാരുടെ കണക്കനുസരിച്ച് ചാക്കോ ഇറ്റലിക്ക് പോയി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഈ ഏലിക്കുട്ടിയെയും കാണാതായിട്ടുണ്ട്. അപ്പോ ഈ ഏലിക്കുട്ടി പണം ചോദിച്ചു വന്നപ്പോൾ ചാക്കോ അവരെ വഞ്ചിയിലിട്ട് കൊന്നു എന്നാണോ നീ പറയുന്നത്? അതെ സാർ, പക്ഷെ കഥ അവിടെ തീരുന്നില്ല, കുഞ്ഞുമോൻ വിരലുയർത്തി പറഞ്ഞു. ഈ ഏലിക്കുട്ടിക്കൊരു മകനുണ്ട്, ബിജു. കായലിലെ ഒരു ഹൗസ് ബോട്ട് ഡ്രൈവറാണവൻ. വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവൻ. അവൻ ഈ ചാക്കോയുടെ മകൾ സാറയുടെ പുറകെ നടപ്പായിരുന്നു സാർ. സാറയുടെ പുറകെ നടന്നതിന് ചാക്കോ അവനെ പണ്ട് തല്ലിയിട്ടുമുണ്ട്. ഫെലിക്സ് തന്റെ കണ്ണട ഊരി ഒരു പ്രത്യേക ക്ലീനിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടയ്ക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്ത് വല്ലാത്തൊരാശങ്കയുണ്ടായിരുന്നു. അപ്പോ കുഞ്ഞുമോൻ പറഞ്ഞു വരുന്നത്, ചാക്കോ ഏലിക്കുട്ടിയെ കൊന്ന വിവരം മകൻ ബിജു അറിഞ്ഞു. അവൻ പ്രതികാരമായി വൈനിൽ സയനൈഡ് കലർത്തി കൊടുത്തു. എന്നിട്ട് അവൻ സാറയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു. ദാറ്റ്സ് ഇറ്റ്. തികഞ്ഞ ഒരു റിവെഞ്ച് ആൻഡ് അബ്ഡക്ഷൻ. കുഞ്ഞുമോനെ, ഈ ബിജു ഇപ്പോൾ എവിടെയുണ്ട്? രുദ്രൻ ചോദിച്ചു. അവൻ കൈനകരിയിലുള്ളൊരു പഴയ ബോട്ട് റിപ്പയർ യാർഡിലുണ്ട് സാർ. വണ്ടി അങ്ങോട്ട് വിട്. രുദ്രൻ ഗിയർ മാറ്റി ആക്സിലറേറ്ററിൽ കാലമർത്തി. ഒരുപാട് പഴയ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയിട്ടിരിക്കുന്ന ഒരു യാർഡിലേക്കാണ് രുദ്രനും സംഘവും എത്തിയത്. അവിടെ ഡീസലിന്റെയും കരിയോയിലിന്റെയും വലിയ ഗന്ധമുണ്ടായിരുന്നു. അവിടെ വലിയൊരു ബോട്ടിന്റെ എഞ്ചിൻ അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിജു. നല്ല വെയിലേറ്റ് കറുത്ത കരുത്തുറ്റ ശരീരം. പോലീസിനെ കണ്ടതും ബിജു കയ്യിലുണ്ടായിരുന്ന റെഞ്ച് താഴെയിട്ട് പതുക്കെ മാറാൻ ശ്രമിച്ചു. പക്ഷെ കുഞ്ഞുകോൻ വേഗത്തിൽ ചെന്ന് അവന്റെ കോളറിൽ പിടിച്ചു. യാതൊരു ബഹളവുമില്ലാതെ അവൻ ബിജുവിനെ രുദ്രന്റെ മുന്നിലേക്ക് തള്ളി. രുദ്രൻ അവിടെ കിടന്ന ഒരു പഴയ ഡീസൽ ബാരലിനടുത്ത് നിശ്ചലനായി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ ചുറ്റുപാടും പരതുകയായിരുന്നു. പെട്ടെന്നാണ് ബിജുവിന്റെ ബുള്ളറ്റ് ബൈക്കിന്റെ റിയർവ്യൂ മിററിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വെള്ളി കൊലുസ് രുദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രുദ്രൻ പതുക്കെ നടന്നുപോയി ആ കൊലുസ് കയ്യിലെടുത്തു. ഇതാരുടേതാണ് ബിജു? രുദ്രൻ കൊലുസ് അവന് നേരെ നീട്ടി ചോദിച്ചു. ബിജു വിയർക്കാൻ തുടങ്ങി. അതെനിക്ക് വഴിയിൽ നിന്നും കിട്ടിയതാണ് സാർ. നുണ പറയരുത്, രുദ്രന്റെ ശബ്ദമായി ആടിൽ മുഴങ്ങി. ഇത് സാറയുടെ കൊലുസാണ്. നിന്റെ അമ്മ ഏലിക്കുട്ടിയെ ചാക്കോ പണത്തിനു വേണ്ടി വഞ്ചിക്കുള്ളിലിട്ട് കൊന്നു. അത് കണ്ടുപിടിച്ച നീ പ്രതികാരമായി ആ കുടുംബം മുഴുവൻ വൈനിൽ സയനൈഡ് കലർത്തി കൊടുത്തു. എന്നിട്ട് നീ സാറയെ തട്ടിക്കൊണ്ടുപോയി അല്ലടാ? എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാടാ അവളെ? സാറേ, എന്നെ തല്ലരുത്, ഞാൻ സത്യം പറയാൻ സാറേ, ബിജു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറ് പറഞ്ഞത് സത്യമാണ്. ആ കൊലുസ് സാറയുടേതാണ്. അവൾ ഇറ്റലിക്ക് പോകുന്ന അന്ന് രാവിലെ എനിക്ക് അവളോടുള്ള ഇഷ്ടം കാരണം ഞാൻ അവളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതാണ് ആ കൊലുസ്. പക്ഷേ സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് സാർ. കടക്കാർ ശല്യം ചെയ്തപ്പോൾ അമ്മ ബംഗളൂരുവിലുള്ള എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് മാറി നിൽക്കുന്നതാണ്. ഞാനിടയ്ക്ക് പോയി കാണാറുമുണ്ട്. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാറേ. ബിജു പറഞ്ഞത് കേട്ട് കുഞ്ഞുമോൻ അമ്പരന്നു. ഏലിക്കുട്ടി മരിച്ചില്ലേ? അപ്പോൾ ആ 4ാമത്തെ സ്ത്രീ ആരാണ്? പെട്ടെന്ന് ഫെലിക്സിന്റെ കയ്യിലിരുന്ന ടാബ്ലറ്റിൽ ഒരു വലിയ ബീപ്പ് ശബ്ദം കേട്ടു. മെഡിക്കൽ കോളേജ് ലാബിൽ നിന്നുള്ള DNA റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഫെലിക്സ് അത് തുറന്നു വായിച്ചു. രുദ്രൻ സാർ, ഫെലിക്സ് വിളിച്ചു. അയാളുടെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. ഈ പയ്യൻ പറയുന്നത് സത്യമാണ്. ആ ബോട്ടിനുള്ളിലെ 50 വയസ്സുകാരി ഇവന്റെ അമ്മ ഏലിക്കുട്ടിയല്ല. സാർ, ഈ DNA റിപ്പോർട്ട് നോക്കൂ. സാർ, ആ 4ാമത്തെ അസ്ഥിക്കൂടത്തിന്റെ DNA മരിച്ചു കിടക്കുന്ന ചാക്കോയുടെ DNAയുമായി 50% മാച്ച് ആവുന്നുണ്ട്. അതായത് ആ 50 വയസ്സുകാരി ചാക്കോയുടെ സ്വന്തം സഹോദരിയാണ്. രുദ്രൻ പുരികം ചുളിഞ്ഞു. സഹോദരിയോ? ചാക്കോയ്ക്ക് ഔസേപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു സഹോദരിയെക്കുറിച്ച് ആർക്കും അറിയില്ലല്ലോ. അതെ സാർ, ഫെലിക്സ് പറഞ്ഞു.
ഈ കുടുംബം കാലങ്ങളായി ലോകത്തിൽ നിന്നും മറച്ചുവെച്ചിരുന്ന ഒരു രഹസ്യമായിരുന്നു ആ സഹോദരി. ഒരുപക്ഷെ മാനസിക വളർച്ചയില്ലാത്തതോ മറ്റെന്തെങ്കിലും വൈകല്യമുള്ളതോ ആയൊരു പെങ്ങൾ. അവരെ വീടിന്റെ ഇരുട്ടറയിൽ ആരും അറിയാതെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ഈ കുടുംബം. അവസാനം നാട് വിട്ടുപോകുമ്പോൾ ആ പാവം സഹോദരിയെയും അവർ കൊന്നു. അങ്ങനെയെങ്കിൽ സാറ എവിടെ പോയി? കുഞ്ഞുമോൻ സംശയത്തോടെ ചോദിച്ചു. അവളിതെല്ലാം കണ്ട് ഭയന്ന് ഓടിയതാണോ? അപ്പോഴാണ് ഫെലിക്സിന്റെ ഫോണിലേക്ക് സൈബർ സെല്ലിൽ നിന്നുള്ള കോൾ വന്നത്. അയാൾ ഫോൺ സ്പീക്കറിലിട്ടു. ഡോക്ടർ സാർ, ഞാൻ സൈബർ സെല്ലിലെ അരുണാണ്. വെറും 10 മിനിറ്റ് മുൻപ് ആ ATM കാർഡ് ഉപയോഗിച്ചൊരു വലിയ തുക പിൻവലിച്ചിട്ടുണ്ട്. അതും ബംഗളൂരുവിലെ മജസ്റ്റിക് ഏരിയയുള്ള ഒരു ATM കൗണ്ടറിൽ നിന്നും. സാർ, സാറ ജീവിച്ചിരിപ്പുണ്ട്. അവൾക്ക് രക്ഷപ്പെട്ടു പോകാനായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ രുദ്രൻ നായർ നിശബ്ദനായി ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും MC റോഡിൽ തിരക്കിന് കുറവൊന്നുമുണ്ടായിരുന്നില്ല. രുദ്രന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ ഫോണിലെ ആ സൈബർ സെൽ റിപ്പോർട്ടിലായിരുന്നു. സാറേ, ഈ എയർപോർട്ടിലെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. 1000 രൂപയുടെ സ്വെറ്ററിന് 5000 രൂപയാ അവർ വാങ്ങിയത്. പക്ഷെ എന്തു ചെയ്യാനാ? ബംഗളൂരുവിലെ തണുപ്പ് എനിക്ക് പേടിയാ. എന്റെ എല്ലിനുള്ളിലേക്ക് ആ തണുപ്പങ്ങ് ഇറങ്ങിച്ചെല്ലും. കുഞ്ഞുമോനെ, ഈ 21ാം നൂറ്റാണ്ടിൽ നിനക്ക് നിന്റെ ശരീരം വേണമെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കാം. പക്ഷേ നിന്റെ ഡാറ്റ ഒളിപ്പിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ ഷാഡോസ്, അത് നമ്മളെ എവിടെയും പിന്തുടരും. സാറയുടെ ആ ATM കാർഡ് ഒരു വിരലടയാളം പോലെയാണ്. അവൾ ഇന്ന് രാത്രി അത് ഉപയോഗിച്ചപ്പോൾ തന്നെ അവൾ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഫെലിക്സ്, രുദ്രൻ ഇടപെട്ടു. 5 വർഷം മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ എന്തിനായിരിക്കും അവൾ ആ കാർഡ് പുറത്തെടുത്തത്? നമ്മൾ അന്വേഷണം തുടങ്ങിയത് അവൾ അറിഞ്ഞോ? അതല്ലെങ്കിൽ അതൊരു കെണിയാകാം സാർ, ഫെലിക്സ് ഗൗരവത്തോടെ പറഞ്ഞു. നമ്മളെ അങ്ങോട്ട് വിളിച്ചു വരുത്താനുള്ളൊരു കെണി. ബംഗളൂരുവിലെ തണുത്ത പുലർച്ചെ മജസ്റ്റിക് ഏരിയയിലെ തിരക്കുകൾക്കിടയിൽ രുദ്രനും സംഘവുമെത്തി. അവിടെയുള്ള മജസ്റ്റിക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ആ ATM കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. ഇത് സാര തന്നെയാ സാറേ, കുഞ്ഞുമോൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൾ ആ പഴയ ഫോട്ടോയിലെ അതേ സാര, പ്രായം കൂടിയിട്ടുണ്ടെന്ന് മാത്രം. രുദ്രൻ ആ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു നോക്കി. ആ പെൺകുട്ടി കാർഡിട്ട് പണമെടുത്ത ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കറുത്ത കാറിലേക്ക് അവൾ കയറിപ്പോകുന്നുണ്ട്. ഇയാളെ എനിക്കറിയാം സാർ. കുഞ്ഞുമോൻ ആലപ്പുഴയിലെ തന്റെ ഇൻഫോർമറിൽ നിന്നും ലഭിച്ചൊരു ഫോട്ടോയുമായി അത് മാച്ച് ചെയ്തു നോക്കി. ഇത് ബെഞ്ചമിനാണ്. ആലപ്പുഴയിലെ ആ പഴയ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്കാമിൽ ചാക്കോയുടെ പാർട്ട്ണറായിരുന്നു ഇവൻ. ചാക്കോ മുങ്ങിയപ്പോൾ ബെഞ്ചമിനും അപ്രത്യക്ഷനായിരുന്നു. ഇന്ദിരാനഗറിലെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയം. രുദ്രനും സംഘവും ആ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ പതിയിരുന്നാണ് ബെഞ്ചമിനെ പിടികൂടിയത്. ബെഞ്ചമിൻ, രുദ്രന്റെ ശബ്ദം ആ പാർക്കിങ്ങിലെ നിശബ്ദതയിൽ മുഴങ്ങി. നീ എന്തിനാണ് ചാക്കോയെയും കുടുംബത്തെയും കൊന്നത്? ആ നഴ്സിംഗ് തട്ടിപ്പിലെ പണം മുഴുവൻ നിനക്കൊറ്റയ്ക്ക് വേണമായിരുന്നു, അല്ലേ? എന്നിട്ട് നീ സാറയെ എന്തിനാണിവിടെ പിടിച്ചുവച്ചിരിക്കുന്നത്? ബെഞ്ചമിൻ വിയർക്കാൻ തുടങ്ങി. സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ സാറയെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് സാര നിന്റെ കൂടെ ATMൽ വന്നത്? അതും മഞ്ഞ ഹുഡി ധരിച്ച്. ഈ ഫയലുകൾ എങ്ങനെ നിന്റെ കാറിൽ വന്നു? രുദ്രൻ ഗർജിച്ചു. പെട്ടെന്ന് ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ ക്യാമറ സൂം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു. രുദ്രൻ സാർ, ഒരു മിനിറ്റ്. സാർ, ഈ ദൃശ്യങ്ങൾ നോക്കൂ. ആ പെൺകുട്ടിയുടെ ഇടത് ചെവിയിൽ ഒരു ചെറിയ തടിപ്പുണ്ട്, ഡാർവിൻസ് ട്യൂബക്കിൾ. ഇതൊരു ജനിതകമായ പ്രത്യേകതയാണ്. എന്നാൽ സാരയുടെ ചൈൽഡ്ഹുഡ് മെഡിക്കൽ റെക്കോർഡ്സിൽ ആ ലക്ഷണമേയില്ല. അതായത് ഈ ATM കൗണ്ടറിൽ വന്ന പെൺകുട്ടി സാരയല്ല. ബെഞ്ചമിൻ, ഈ കുട്ടി നിന്റെ മകളല്ലേ? ഫെലിക്സ് ചോദിച്ചു. ബെഞ്ചമിൻ മുട്ടുകുത്തി കരഞ്ഞു. അതെ സാർ, അതെന്റെ മകളാണ്. ഞാൻ അവളെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് സാർ. എനിക്ക് സാരയുടെ കാർഡ് പണ്ട് കിട്ടിയതായിരുന്നു. ആരോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് സാർ. സാർ, കൊലയാളി ആലപ്പുഴയിൽ തന്നെയുണ്ട്. അത് ചാക്കോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരോ ആണ്. ഇന്ദിരാനഗറിലെ ആ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ ഭൂഗർഭ പാർക്കിങ്ങിൽ വല്ലാത്തൊരു തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ബെഞ്ചമിൻ വിയർക്കുകയായിരുന്നു. അയാളുടെ വില കൂടിയ ലെതർ ജാക്കറ്റ് നനഞ്ഞു കുതിർന്നിരുന്നു. രുദ്രൻ നായർ അയാളുടെ കണ്ണിന് തൊട്ടടുത്ത് ഒരു ടോർച്ച് വെളിച്ചം പിടിച്ചിരുന്നു. ആ വെളിച്ചം ബെഞ്ചമിന്റെ കൃഷ്ണമണികളെ ചുരുക്കി. ബെഞ്ചമിൻ, രുദ്രൻ മന്ത്രിച്ചു. ആ ശബ്ദം ഒരു താക്കീതായിരുന്നു. നീ നിന്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അവളൊരു മൃതദേഹത്തെ പോലെയാണ് നടക്കുന്നത്. 5 വർഷം മുൻപ് ചാക്കോയുടെ കുടുംബം മരിച്ചു വീണപ്പോൾ നീ എടുത്തത് ആ പണമല്ല, നീ നിന്റെ മകളുടെ ആത്മാവിനെയാണ് കൊന്നത്. നീ അവളെ ഒരു പാവയാക്കി മാറ്റി. ബെഞ്ചമിൻ ഒന്നും മിണ്ടിയില്ല. അയാൾ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കാറിന്റെ ബോണറ്റിൽ മുറുക്കി പിടിച്ചു. ഫെലിക്സ് തന്റെ ടാബ്ലറ്റുമായി ബെഞ്ചമിന് മുന്നിലേക്ക് വന്നു. ബെഞ്ചമിൻ,
നീ കബളിപ്പിച്ചത് ഞങ്ങളെ മാത്രമല്ല, നിന്റെ തന്നെ രക്തത്തെയാണ്. നോക്ക് ഈ ഗ്രാഫ്. നിന്റെ മകൾ മഞ്ഞ ഹൂഡി ധരിച്ച് ATMൽ കയറിയ ആ 10 മിനിറ്റിൽ അവളുടെ ഹൃദയമിടിപ്പ് 140-ന് മുകളിലായിരുന്നു. അതൊരു കള്ളം പറയാൻ ശ്രമിക്കുന്ന കുട്ടിയുടേതല്ല, മറിച്ച് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരുവളുടേതാണ്. നീ അവിടെ എന്തു പറഞ്ഞാണ് പേടിപ്പിച്ചത്? സാറേ, ഞാൻ ബെഞ്ചമിൻ വിതുമ്പി. മിണ്ടരുത്, രുദ്രൻ ഗർജിച്ചു. നിന്റെ മകളുടെ ഭാവി ഒരു ജയിലിനുള്ളിലെ ഇരുട്ടറയിൽ അവസാനിക്കണോ? റോസമ്മ എന്ന ആ പാവം സഹോദരിയെ ചാക്കോ എങ്ങനെയാണ് പാർപ്പിച്ചിരുന്നത് എന്ന് നിനക്കറിയാമല്ലോ. അതേ അവസ്ഥ നിന്റെ മകൾക്കും വരണോ? നീ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ ഞാൻ കൂട്ടുപ്രതിയാക്കും. അവളുടെ ജീവിതം തീരും. സാറേ, ഞാൻ കൊന്നിട്ടില്ല. ഞാൻ സത്യം പറയാം. ബെത്ലഹേൻ, ആ ബോട്ടിന്റെ ഓരോ പലകയ്ക്കടിയിലും ഒളിപ്പിക്കാനുള്ള അറകൾ ഞാൻ തന്നെയാണ് പണിതത്. ചാക്കോയ്ക്ക് പണം ഒളിപ്പിക്കണമായിരുന്നു. പക്ഷേ അന്ന് രാത്രി ആ വിരുന്നിനു മുമ്പ് ചാക്കോ എന്നെ വിളിച്ചിരുന്നു. അയാൾ വല്ലാത്തൊരു വെപ്രാളത്തിലായിരുന്നു. അയാൾ പറഞ്ഞു, ബെഞ്ചമിൻ, റോസമ്മയെ ആരോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവളെ കൊന്നാലും വേണ്ടില്ല, എന്റെ പണം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. രുദ്രൻ തന്റെ കണ്ണുകളടച്ചു. രുദ്രന്റെ മെഡിറ്റേഷൻ. നീ അന്നവിടെ പോയിരുന്നോ? രുദ്രൻ ചോദിച്ചു. ഇല്ല സാർ, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ബോട്ട് അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടത് ചാക്കോയും കുടുംബവും ആ ഡൈനിങ് ടേബിളിൽ മരിച്ചു കിടക്കുന്നതാണ്. പക്ഷേ സാറേ, റോസമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അവളെ ആരോ കൊണ്ടുപോയെന്ന് ഞാൻ കരുതി. അപ്പോഴാണ് ഞാൻ കണ്ടത് ആ പലകക്കടിയിലെ അറയിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇരിക്കുന്നത്. ഞാൻ പേടിച്ചോടിപ്പോയി. ചാക്കോയുടെ ATM കാർഡ് താഴെ വീണ് കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തു. എനിക്ക് പണം വേണമായിരുന്നു സാർ. 5 വർഷം ഞാനത് തൊട്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മാസം എനിക്കൊരു കോൾ വന്നു. അജ്ഞാതനായ ഒരാൾ. അയാൾ പറഞ്ഞു, നീ ആ കാർഡ് ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ പണം പിൻവലിക്കണമെന്ന്. ഇല്ലെങ്കിൽ നിന്റെ മകളെ കൊല്ലും എന്നയാൾ ഭീഷണിപ്പെടുത്തി. അയാൾക്ക് പണമല്ല വേണ്ടത്, ഞങ്ങളെ പോലീസ് പിടിക്കണം എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഫെലിക്സും രുദ്രനും പരസ്പരം നോക്കി. വലിയൊരു കെണി. ആരോ രുദ്രനെ ഈ കേസിന് പിന്നാലെ വിടാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് 5 വർഷത്തിനു ശേഷം ഈ ATM സജീവമായത്. അതൊരു ഡിജിറ്റൽ ബ്രെഡ് ക്രംബായിരുന്നു. ബെഞ്ചമിൻ, ആ അജ്ഞാതൻ ആരാണെന്ന് നിനക്കറിയാമോ? രുദ്രൻ ചോദിച്ചു. ഇല്ല സാർ, പക്ഷേ അയാളുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു കായൽക്കാറ്റിന്റെ ഇരമ്പലുണ്ടായിരുന്നു. ആലപ്പുഴയിലെ ഏതോ ഒരു പഴയ മനുഷ്യൻ. രുദ്രൻ ബെഞ്ചമിനെ കുഞ്ഞുമോനെ ഏൽപ്പിച്ചു. ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ കുഞ്ഞുമോനെ. ഇവന്റെ മകളെ സുരക്ഷിതമായി അവളുടെ ഹോസ്റ്റലിൽ വിടണം. അവൾക്കിതിൽ പങ്കില്ല. കുഞ്ഞുമോൻ ബെഞ്ചമിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുമ്പോൾ രുദ്രൻ ഫെലിക്സിനോട് പറഞ്ഞു, ഫെലിക്സ്, നമ്മളെ ആരോ കളിയാക്കുകയാണ്. ഈ കൊലപാതകിയല്ല നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത്, മറ്റാരോ ആണ്. ചാക്കോയുടെ ആ രഹസ്യ സഹോദരി റോസമ്മ. അവൾക്കു വേണ്ടി നീതി ചോദിക്കുന്ന ഏതോ ഒരു നിഴൽ ആലപ്പുഴയിൽ ഇപ്പോഴുമുണ്ട്. സാർ, ഫെലിക്സ് തന്റെ ഫോണിലെ ഒരു സെർച്ച് റിസൾട്ട് കാണിച്ചു. ആലപ്പുഴയിലെ ആ പഴയ ഹൗസ് ബോട്ട് ബെത്ലഹേം, അത് ചാക്കോയുടേതല്ലായിരുന്നു. അത് ചാക്കോയുടെ കുടുംബവുമായി ബന്ധമുള്ള ഒരു പഴയ കോൺവെന്റിൽ നിന്നും ലേലത്തിലെടുത്തതാണ്. സാർ, നമുക്ക് ആ കോൺവെന്റിലേക്ക് പോകണം. ആലപ്പുഴയിലെ കൈനകരിയിലെ ഒരു വിജനമായ തെങ്ങിൻതോപ്പ്. അവിടെയുള്ള ഒരു പഴയ പമ്പ് ഹൗസിനുള്ളിൽ ഒരു മൃതദേഹം തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ലോക്കൽ ഗുണ്ടയും മദ്യപാനിയുമായ ദാമു. ദാമുവിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും പോലീസ് ഒരു കത്ത് കണ്ടെടുത്തിട്ടുണ്ട്. ആ കത്ത് രുദ്രന് നേരെ നീട്ടി. സർ, ഇതൊരു കുറ്റസമ്മതമൊഴിയാണ്. ചാക്കോയെയും കുടുംബത്തെയും താൻ കൊന്നതാണെന്ന് ദാമു ഇതിലെഴുതിയിട്ടുണ്ട്. പണത്തിനു വേണ്ടി താൻ അവരെ വഞ്ചിയിലിട്ട് വിഷം കൊടുത്തുവെന്നും പണം കിട്ടാത്തതുകൊണ്ട് അവരെ അവിടെ തന്നെ ഉപേക്ഷിച്ചുവെന്നും ഇയാൾ പറയുന്നു. സർ, കേസ് ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. രുദ്രൻ ആ മൃതദേഹത്തിനു മുന്നിൽ നിശബ്ദനായി നിന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. അദ്ദേഹം തന്റെ ടോർച്ച് വെളിച്ചം ദാമുവിന്റെ കൈകളിലേക്കടിച്ചു. എന്നിട്ട് പതുക്കെ ആ കത്ത് വാങ്ങി വായിച്ചു. കുഞ്ഞുമോനെ, രുദ്രൻ മന്ത്രിച്ചു, ഈ ദാമുവിനെ എഴുതാനും വായിക്കാനും അറിയാമോ? കുഞ്ഞുമോനൊന്ന് ആലോചിച്ചു. ഇല്ല സർ, ഇയാൾ ഒപ്പിടാൻ പോലും അറിയാത്ത ആളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെയൊരു കത്ത് ഇയാൾ എങ്ങനെ എഴുതും? ഫെലിക്സ് തന്റെ മൈക്രോസ്കോപ്പും മറ്റുപകരണങ്ങളുമായി അവിടേക്ക് വന്നു. അയാൾ ആ കത്ത് ഒരു ഗ്ലാസ് പ്ലേറ്റിനിടയിൽ വെച്ച് പരിശോധിച്ചു. രുദ്രൻ സർ, ഇതൊരു കെണിയാണ്. ഈ കത്തിലെ മഷി പരിശോധിച്ചാൽ ഇതെഴുതിയിട്ട് കഷ്ടിച്ച് 2 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ദാമു മരിച്ചിട്ട് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. അതായത് ദാമു മരിച്ചതിന് ശേഷം ആരോ അയാളുടെ പോക്കറ്റിൽ കൊണ്ടുവച്ചതാണിത്. രുദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഓഫ് ചെയ്തു. അപ്പോ ദാമു ആത്മഹത്യ ചെയ്തതല്ല, ഇയാളെ കൊന്നതാണ്.
നമ്മൾ അന്വേഷിച്ചു വരുന്ന കൊലയാളി കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ഈ പാവം ദാമുവിനെ ഒരു ഇരയാക്കി മാറ്റി. പക്ഷേ എന്തിനാണ് സാർ ഈ ദാമുവിനെ തിരഞ്ഞെടുത്തത്? കുഞ്ഞുമോൻ ചോദിച്ചു. കാരണം ദാമു ചാക്കോയുടെ ഹൗസ് ബോട്ടിൽ പണ്ട് ജോലി ചെയ്തിരുന്നു. നാട്ടുകാർക്ക് ഇയാളെ സംശയിക്കാൻ എളുപ്പമാണ്, രുദ്രൻ പറഞ്ഞു. ഫെലിക്സ് ദാമുവിന്റെ നഖങ്ങൾക്കിടയിൽ നിന്നും ഒരു ചെറിയ തരി പുറത്തെടുത്തു. അതൊരു തരം എണ്ണയുടെ അംശമായിരുന്നു. സർ, ഇത് നോക്കൂ, ഇതൊരു പ്രത്യേക തരം സുഗന്ധമുള്ള എണ്ണയാണ്. സാധാരണയായി പഴയ കോൺവെന്റുകളിലും പള്ളികളിലും ഉപയോഗിക്കുന്ന വിശുദ്ധ എണ്ണ, സേക്രൻസ് ഓയിൽ, ദാമുവിനെ കൊന്ന ആളിന്റെ ശരീരത്തിൽ നിന്നോ കൈകളിൽ നിന്നോ പകർന്നതാകാം. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. ഫെലിക്സ്, നമ്മൾ നേരത്തെ കണ്ട ആ ബെത്ലഹേം ബോട്ടിന്റെ തറയിലും ഇതേ ഗന്ധം എനിക്ക് തോന്നിയിരുന്നു. ചാക്കോയുടെ രഹസ്യ സഹോദരി റോസമ്മയെ പാർപ്പിച്ചിരുന്ന ആ ഇരുട്ടറയിലും ഈ സുഗന്ധമുണ്ടായിരുന്നു. ഇതിനർത്ഥം ഈ കൊലപാതകിക്ക് ഏതോ ഒരു ആരാധനാലയവുമായോ കോൺവെന്റുമായോ ബന്ധമുണ്ട് എന്നാണ്. കുഞ്ഞുമോൻ ആവേശത്തോടെ പറഞ്ഞു. സാറേ, കൈനഗരിയുടെ അപ്പുറം കായലിന്റെ നടുവിൽ ഒരു ചെറിയ ദ്വീപുണ്ട്. അവിടെ ഒരു പഴയ കോൺവെന്റുണ്ട്, കരുണാഭവൻ. അവിടെയുള്ള സിസ്റ്റർമാർ പണ്ടീ ചാക്കോയുടെ കുടുംബവുമായി വലിയ ബന്ധത്തിലായിരുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രുദ്രൻ തോപ്പിൽ നിന്നും പുറത്തേക്ക് നടന്നു. മഴ കനത്തു തുടങ്ങിയിരുന്നു. വണ്ടിയെടുക്ക് കുഞ്ഞുമോനെ. നമ്മളെ കബളിപ്പിക്കാൻ നോക്കിയ ആ കൊലയാളിക്ക് ഒരു തെറ്റുപറ്റി. ദാമുവിന്റെ നഖങ്ങൾക്കിടയിൽ ആ വിശുദ്ധ എണ്ണ ബാക്കിയുണ്ടായിരുന്നു. ആ എണ്ണയുടെ വഴി പിന്തുടർന്നാൽ നമ്മൾ യഥാർത്ഥ പ്രതിയിലേക്കെത്തും. രുദ്രൻ ജീപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ ഒരു വാർത്ത കണ്ടു. സർ, 10 മിനിറ്റ് മുൻപ് ആ കോൺവെന്റിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരു സിസ്റ്റർ പറയുന്നത് 5 വർഷം മുൻപ് അവിടെ അഭയം പ്രാപിച്ച ഒരു പെൺകുട്ടി, അവൾ ഇന്ന് അപ്രത്യക്ഷയായിരിക്കുന്നു എന്നാണ്. അവളിപ്പോൾ ഒളിച്ചോടിയിരിക്കുകയാണ്. കരുണാഭവൻ കോൺവെന്റിലേക്കുള്ള ആ ഇടുങ്ങിയ റോഡിലൂടെ രുദ്രന്റെ ബൊലേറോ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. മഴ കനത്തതോടെ കായലിനോട് ചേർന്നുള്ള ആ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായ പോലെ തോന്നിപ്പിച്ചു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ കോൺവെന്റിന്റെ ഗേറ്റിനടുത്ത് ഒരാൾ നിൽക്കുന്നത് രുദ്രൻ കണ്ടു. അതൊരു പ്രായമായ മനുഷ്യനായിരുന്നു. കോൺവെന്റിലെ തോട്ടക്കാരനായ മാത്യു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളോടെ കയ്യിലൊരു സ്കൂൾ ബാഗും പിടിച്ച് അയാൾ കായലിലേക്കെന്തോ എറിയാനൊരുങ്ങുകയായിരുന്നു. കുഞ്ഞുമോനെ, വണ്ടി നിർത്തൂ, രുദ്രൻ ഗർജിച്ചു. ജീപ്പ് നിൽക്കുന്നതിനു മുൻപ് തന്നെ രുദ്രൻ പുറത്തേക്ക് ചാടി. കുഞ്ഞുമോൻ പിന്നാലെയും. മാത്യു ആ ബാഗ് കായലിലേക്കെറിയാൻ ആഞ്ഞതും കുഞ്ഞുമോൻ അവന്റെ കയ്യിൽ കടന്നുപിടിച്ചു. ഒരു ഗുസ്തിക്കാരന്റെ കരുത്തോടെ കുഞ്ഞുമോൻ ആ ബാഗ് പിടിച്ചുവാങ്ങി. മാത്യു ചെളിയിലേക്ക് വീണു. അയാൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പകരം ശാന്തമായ കണ്ണുകളോടെ രുദ്രനെ നോക്കി. മാത്യു, രുദ്രൻ മന്ത്രിച്ചു. ആ ശബ്ദം മഴയുടെ ഇരമ്പലിനിടയിലും വ്യക്തമായിരുന്നു. ദാമുവിന്റെ നഖങ്ങൾക്കിടയിൽ കണ്ട അതേ എണ്ണയുടെ മണം നിന്റെ കയ്യിലുമുണ്ട്. നീയാണ് ദാമുവിനെ കൊന്നത്, അല്ലേ? ഫെലിക്സ് തോമസ് വണ്ടിയിൽ നിന്നും ഇറങ്ങിവന്നു. അയാൾ മാത്യുവിന്റെ വിറയ്ക്കുന്ന കൈകളിലേക്ക് തന്റെ ടാബ്ലറ്റിലെ ലൈറ്റ് അടിച്ചു. രുദ്രൻ സാർ, ഇയാളുടെ വിരൽത്തുമ്പുകളിൽ ഫോർമാൽഡിഹൈഡിന്റെ അംശമുണ്ട്. ദാമുവിന്റെ കപട ആത്മഹത്യാക്കുറിപ്പ് എഴുതാൻ ഉപയോഗിച്ച മഷി ഉണക്കാൻ ഉപയോഗിച്ച രാസവസ്തുവാണിത്. ഇയാൾ വെറുമൊരു തോട്ടക്കാരനല്ല സാർ, ഇതൊരു പ്രൊഫഷണൽ ഹാൻഡിലാണ്. മാത്യു മെല്ലെ എഴുന്നേറ്റ് നിന്നു. മഴവെള്ളം അയാളുടെ നരച്ച താടിയിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. അതെ സാർ, ദാമുവിനെ കൊന്നത് ഞാനാണ്. ചാക്കോയെയും കുടുംബത്തെയും ഇറ്റലിയിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്ത അതേ രാത്രിയിൽ സാറയെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതും ഞാനാണ്. അവളൊരു മാലാഖയാണ് സാർ. ആ പിശാച് ചാക്കോയിൽ നിന്ന് റോസമ്മയെ രക്ഷിച്ചവളാണ്. ചാക്കോ തന്റെ പെങ്ങളെ പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലായിരുന്നു. അവൾ ചെയ്തത് പുണ്യമാണ്. ബെഞ്ചമിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതും നീയാണോ? രുദ്രൻ ചോദിച്ചു. അതെ, ബെഞ്ചമിന് ആ പണം വേണമായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടത് നീതിയായിരുന്നു. ചാക്കോയുടെ കുടുംബം ആ വഞ്ചിക്ക് കിടന്ന് ചീയുന്നത് ലോകമറിയണമായിരുന്നു. സാറയുടെ മനസ്സ് ശാന്തമാകാൻ അത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ATM കാർഡ് ബെഞ്ചമിനെ ഏൽപ്പിച്ചത്. രുദ്രൻ ആ ബാഗിലേക്ക് നോക്കി. എവിടെയാണ് സാറ? അവൾ എന്തിനാണ് ഇവിടുന്ന് ഒളിച്ചോടിയത്? മാത്യു കായലിന്റെ മറുഭാഗത്തുള്ള ഒരു കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ചെറിയ തുരുത്തിലേക്ക് വിരൽ ചൂണ്ടി. അവൾ ഓടിപ്പോയതല്ല സാർ, അവൾ നിശബ്ദതയുടെ ആ ദ്വീപിലേക്ക് പോയതാണ്. ഓർമ്മകളുടെ തുരുത്ത്. അവിടെ അവൾ റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവസാനത്തെ പ്രാർത്ഥന. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവൾ... മാത്യു ഒന്ന് നിർത്തി. അവൾ എന്തു ചെയ്യും? കുഞ്ഞുമോൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അവൾ തന്റെ ചിറകുകൾ വിരിക്കാൻ തയ്യാറെടുക്കുകയാണ് സാർ. മാത്യു ഗൂഢമായി പുഞ്ചിരിച്ചു.
രുദ്രൻ വേഗം ബൊലേറോയിലേക്ക് നടന്നു. ഫെലിക്സ്, ഈ ബാഗ് പരിശോധിക്കണം. ഇതിലാണ് സാറയുടെ ഭൂതകാലം. കുഞ്ഞുമോനെ, വള്ളം റെഡിയാക്കാൻ വിളിച്ചു പറയൂ. നമ്മൾ ആ തുരുത്തിലേക്ക് പോകുന്നു. സമയം കുറവാണ്. രുദ്രൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, മാലാഖ വരുന്നു സാർ. അവളുടെ വാൾ രക്തത്തിൽ മുങ്ങിയിരിക്കുന്നു. മാത്യുവിന്റെ ആ വാക്കുകൾ മഴയിൽ അലിഞ്ഞു ചേർന്നു. ആലപ്പുഴയിലെ ആ പഴയ പോലീസ് ക്വാർട്ടേഴ്സിലിരിക്കുമ്പോൾ ഫെലിക്സ് തോമസിന്റെ മുന്നിൽ ഒരു പഴയ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു. സാറയുടെ ബാഗ്. 5 വർഷം മുൻപ് അവൾ ഉപേക്ഷിച്ചു പോയതാണ്. ഫെലിക്സ് ആ ബാഗിനുള്ളിലെ ഓരോ സാധനങ്ങളും വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതിനിടയിൽ നിന്നും അയാൾ ഒരു ചെറിയ ഡയറി കണ്ടെടുത്തു. അതിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. ഒരു മനോരോഗ വിദഗ്ധന്റെ കൃത്യതയോടെ ഫെലിക്സ് ആ ചിത്രങ്ങൾ വിശകലനം ചെയ്തു. രുദ്രൻ സാർ, ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതിലൊരിടത്തും സാറ അവളുടെ അപ്പന്റെയോ അമ്മയുടെയോ ചിത്രം വരച്ചിട്ടില്ല. പകരം അവൾ വരച്ചിരിക്കുന്നത് ഒരു വലിയ ഇരുട്ടറയും അതിനുള്ളിൽ ചങ്ങലക്കിടപ്പെട്ട ഒരു സ്ത്രീരൂപവുമാണ്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു വിഷം കലർന്ന പാത്രം അവൾ വരച്ചു ചേർത്തിട്ടുണ്ട്. ദി ഏഞ്ചൽ വിത്ത് എ പോയിസൺഡ് കപ്പ്. സാറയ്ക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു സാർ. അവൾ ഇത് പ്രതീക്ഷിച്ചിരുന്നു. രുദ്രൻ നായർ തന്റെ ജനലിലൂടെ ദൂരെയുള്ള കായലിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വന്തം മകളുടെ മുഖം തെളിഞ്ഞുവന്നു. ജോലിയുടെ തിരക്കുകൾക്കിടയിൽ താൻ മറന്നുപോയ തന്റെ മകൾ. ഫെലിക്സ്, ചിലപ്പോൾ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നുണ്ടാകും. നമ്മൾ അവരുടെ മുന്നിൽ അഭിനയിക്കുന്ന ആ സുരക്ഷിതത്വം വെറും കള്ളമാണെന്നവർക്കറിയാം. അവൾക്ക് രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ എങ്ങോട്ട്? അപ്പോഴാണ് കുഞ്ഞുമോൻ അവിടേക്ക് ഓടിവന്നത്. അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. സാറേ, ഞാൻ ആ പഴയ കടവുകാരൻ മാണിച്ചനെ കണ്ടു. അയാൾ പറയുന്നത് 5 വർഷം മുൻപ് ഒരു മഴയുള്ള രാത്രിയിൽ ഒരു പെൺകുട്ടി തന്റെ വള്ളത്തിൽ കയറി ആ ദ്വീപിലേക്ക് പോയി എന്നാണ്. അവളുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു എന്നും അവൾ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ലെന്നും അയാൾ പറയുന്നു. നാട്ടുകാർ അവളെ പ്രേതകന്യക എന്നാണ് വിളിച്ചിരുന്നത്. അവൾ പോയത് ആ കരുണാഭവൻ കോൺവെന്റിലേക്കാണ്. കുഞ്ഞുമോനെ, വള്ളം തയ്യാറാക്കൂ. നമ്മൾ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോകുന്നു. അവളുടെ ഉള്ളിലെ ആ 18 വയസ്സുകാരി പെൺകുട്ടി ഇപ്പോഴും കരയുന്നുണ്ടാകും. നമുക്കവളോട് സംസാരിക്കണം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരൊരു ചെറിയ മരവള്ളത്തിൽ ആ ദ്വീപിലേക്ക് തിരിച്ചു. കായലിലെ കോടമഞ്ഞ് അവരെ മൂടിയിരുന്നു. ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് ഓഫ് ചെയ്തു. ആ നിശബ്ദതയിൽ ശാസ്ത്രത്തിന് വലിയ സ്ഥാനമൊന്നുമില്ലെന്ന് അയാൾക്ക് തോന്നി. സാർ, കുഞ്ഞുമോൻ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു, നമ്മൾ അവളെ അറസ്റ്റ് ചെയ്യുമോ? അവൾ സ്വന്തം കുടുംബത്തെ കൊന്നതാണെങ്കിൽ നമ്മൾ അവളെ ജയിലിൽ അയക്കണ്ടേ? രുദ്രൻ നായർ വള്ളത്തിന്റെ മുൻഭാഗത്ത് നിശ്ചലനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ ഇരുട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോനെ, നിയമം പറയുന്നത് അവൾ കുറ്റവാളിയാണെന്നാണ്. പക്ഷേ നീതി പറയുന്നത് അവൾ ഒരു ഇരയാണെന്നാണ്. ഈ കായലിലെ വെള്ളം പോലെയാണ് സത്യം. അതെപ്പോഴും തെളിഞ്ഞു കാണില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ, അവൾ ഒരു മാലാഖയാണോ അതോ കൊലയാളിയാണോ എന്ന്. പുലർച്ചെ 6 മണി. രുദ്രൻ നായർ ആ ചെറിയ വള്ളത്തിന്റെ മുൻഭാഗത്ത് നിശബ്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ വലത് കൈയിലുള്ള ആ ഫ്ലാസ്കിൽ നിന്നും കറുത്ത കാപ്പിയുടെ നേർത്ത ഗന്ധം വായുവിലേക്ക് കലരുന്നുണ്ടായിരുന്നു. സാർ, കുഞ്ഞുമോൻ പതുക്കെ ചോദിച്ചു. ചാക്കോയുടെ ആ രഹസ്യ സഹോദരിയുടെ പേര് റോസമ്മ എന്നായിരുന്നുവെന്ന് നാട്ടിലെ ഒരു പഴയ പള്ളിയച്ചൻ പറഞ്ഞു. അവർക്ക് ബുദ്ധിസ്ഥിരതയില്ലായിരുന്നു. ചാക്കോ ആ പാവത്തിന്റെ പേരിലാണ് കോടികൾ ബാങ്കിലിട്ടിരുന്നത്. പക്ഷെ അവരെ ആര് കൊന്നു? അതിനുള്ള ഉത്തരം ആ ദ്വീപിലുണ്ട് കുഞ്ഞുമോനെ. കരുണാഭവൻ. അനാഥരായ സ്ത്രീകളെ നോക്കുന്ന ഒരു പഴയ കോൺവെന്റ്. 5 വർഷം മുൻപ് സംസാരശേഷി നഷ്ടപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടി അവിടെ അഭയം തേടിയിരുന്നു. സിസ്റ്റർ ആഗ്നസ്. 5 വർഷം മുൻപ് മരിച്ചുവെന്ന് ലോകം കരുതിയ സാറ. അവർ കോൺവെന്റിന്റെ ചെറിയ സന്ദർശകമുറിയിൽ കാത്തുനിന്നു. അധികം വൈകാതെ വെള്ളവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീ അവിടേക്ക് നടന്നുവന്നു. അവൾക്കിപ്പോൾ 23 വയസ്സ് പ്രായം വരും. സിസ്റ്റർ ആഗ്നസ്. സാറ. രുദ്രൻ അവൾക്ക് മുന്നിലിരുന്നു. സിസ്റ്റർ ആഗ്നസ്. അവൾ തിരുത്തി. സാറ അന്നാ കായലിലെ വള്ളത്തിൽ മരിച്ചു സാർ. അപ്പനൊരു മൃഗമായിരുന്നു സാർ. എന്റെ റോസമ്മ ആൻറ്റി എന്റെ മടിയിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. അന്ന് രാത്രി ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും സ്വന്തം സഹോദരനെയും കൊന്നു. അവർ 3 പേരും എന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. അമ്മയും ചേട്ടനും ഒരുപക്ഷെ ഇതൊന്നും അറിയാത്തവരാകാം. പക്ഷേ റോസമ്മ ആൻറ്റി ആ ഇരുട്ടറയിൽ നരകിച്ചപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചവരാണവർ. അവരും ആ പാപത്തിൽ പങ്കാളികളാണ്. സാറ തന്റെ 2 കൈകളും മുന്നോട്ട് നീട്ടി. സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാം. ഞാൻ ചെയ്തത് കൊലപാതകമാണെന്ന് എനിക്കറിയാം. നിയമത്തിന് മുന്നിൽ ഞാൻ കുറ്റവാളിയാണ്. ഡോക്ടർ ഫെലിക്സ്, രുദ്രൻ ചോദിച്ചു, ഈ കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് എന്താണ്?
ഫെലിക്സ് തന്റെ ടാബ്ലറ്റിലെ സാറയുടെ തിരിച്ചറിയൽ രേഖകൾ ഒന്നൊന്നായി മായ്ച്ചു കളഞ്ഞു. സാർ, കെട്ടിക്കിടക്കുന്ന കടബാധ്യതകൾ കാരണം ചാക്കോയും കുടുംബവും സയനൈഡ് കഴിച്ചു ആത്മഹത്യ ചെയ്തതാണ്. മകൾ സാറയും ആ വിഷം കഴിച്ചിരുന്നു. അവൾ വെപ്രാളത്തിൽ വെള്ളത്തിൽ ചാടി മുങ്ങി മരിച്ചു. സാറ മരിച്ചു സാർ. ഇതാണ് എൻ്റെ ഫൈനൽ റിപ്പോർട്ട്. രുദ്രൻ എഴുന്നേറ്റു. നമുക്ക് പോകാം. നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ഈ പള്ളിയിലെ പ്രാർത്ഥനകൾ പ്രതിവിധിയാകട്ടെ സിസ്റ്റർ. ഇനി നിങ്ങളുടെ ജീവിതം അനാഥരായ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഇരുളടഞ്ഞ ലോക്കപ്പ് മുറി. തോട്ടക്കാരനായ മാത്യു ആ തണുത്ത തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. രുദ്രൻ ആ ഇരുമ്പഴിക്കുള്ളിലേക്ക് കയറി. ഫെലിക്സ് പുറത്ത് നിശബ്ദനായി നിന്നു. രുദ്രൻ തൻ്റെ കയ്യിലുള്ള ഫയൽ മാത്യുവിന് മുന്നിലേക്കിട്ടു. മാത്യു, നിന്റെ മാലാഖ സുരക്ഷിതയാണ്. അവൾ ഇനിയൊരിക്കലും പിടിക്കപ്പെടില്ല. ഈ ഫയലിൽ അവൾ മരിച്ചെന്നാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. മാത്യുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം നിറഞ്ഞു. അയാൾ രുദ്രൻ്റെ കാലുകളിലേക്ക് വീഴാൻ ശ്രമിച്ചു. സാറിന് ദൈവം നല്ലതു വരുത്തും. എൻ്റെ മാലാഖയുടെ ചിറകുകൾ നിങ്ങൾ വെട്ടിയില്ലല്ലോ. രുദ്രൻ പെട്ടെന്നൊരു കാൽ പിറകോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം നിർവികാരമായിരുന്നു. പക്ഷേ മാത്യു, മാലാഖമാർക്ക് സ്വർഗത്തിൽ തുടരണമെങ്കിൽ ഭൂമിയിൽ ഒരാൾ നരകമനുഭവിക്കണം. അത് നീയാണ്. ദാമുവിനെ കൊന്നത് നീയാണെന്ന് കോടതിയിൽ നീ ഉറപ്പിച്ചു പറയണം. ചാക്കോയുടെ കുടുംബത്തിൻ്റെ മരണവുമായി ദാമുവിനുള്ള ബന്ധം വെറുമൊരു മദ്യപാനിയുടെ കഥയാണെന്നും പണത്തിനുവേണ്ടി നീ അയാളെ കൊന്നുവെന്നും നീ സമ്മതിക്കണം. ഫെലിക്സ് പുറത്തുനിന്നും അത് ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ എങ്ങനെയാണ് രുദ്രൻ ഒരായുധമായി മാറ്റുന്നത്? മാത്യുവിന് യാതൊരു മടിയുമില്ലായിരുന്നു. അവനൊരു രക്തസാക്ഷിയാകാൻ കൊതിക്കുന്നവനാണ്. ഞാൻ തയ്യാറാണ് സാർ, മാത്യു വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പരാതിയില്ല. രുദ്രൻ താഴേക്ക് കുനിഞ്ഞ് മാത്യുവിൻ്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. ഇവിടെയാണ് രുദ്രൻ്റെ യഥാർത്ഥ ശിക്ഷ ആരംഭിക്കുന്നത്. നിന്നെ ആരും തൂക്കിലേറ്റില്ല മാത്യു. നിന്നെ ജീവപര്യന്തം ജയിലിലടയ്ക്കും. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം. ഈ നിമിഷം മുതൽ നീ സിസ്റ്റർ ആഗ്നസിനെ മറക്കണം. അവൾക്ക് നിന്നെ അറിയില്ല. അവൾക്ക് വേണ്ടി നീ ജയിലിൽ കിടക്കുകയാണെന്ന് അവൾ ഒരിക്കലും അറിയുകയുമില്ല. നീ വെറുമൊരു കൊലപാതകിയായി ഇരുട്ടറയിൽ 4 ചുമരുകൾക്കുള്ളിൽ കിടന്നഴുകി മരിക്കും. നിന്റെ ത്യാഗം ഈ ലോകത്ത് നമ്മൾ 2 പേർക്ക് മാത്രമേ അറിയൂ. അത് നിന്നെ ഭ്രാന്തനാക്കും. മാത്യുവിൻ്റെ മുഖത്തെ പ്രകാശം പതുക്കെ മങ്ങിത്തുടങ്ങി. പൂർണ്ണമായ ഒറ്റപ്പെടൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. പൂർണ്ണമായ ഒറ്റപ്പെടൽ ആരുമറിയാത്ത ഒരു ബലിയാട്. തൻ്റെ ത്യാഗത്തിന് യാതൊരു വിലയുമില്ലെന്ന തിരിച്ചറിവ് അയാളുടെ മനസ്സിനെ തകർത്തു. ഇതാണ് നിനക്കുള്ള ശിക്ഷ. രുദ്രൻ തിരിഞ്ഞു നടന്നു. പ്രിയ സുഹൃത്തുക്കളെ, അങ്ങനെ ആളൊഴിഞ്ഞ വള്ളത്തിലെ രഹസ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. സാറ ചെയ്തത് കൊലപാതകമാണെങ്കിലും രുദ്രൻ നായരും ഡോക്ടർ ഫെലിക്സും അവളെ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷിച്ചു. അവരുടെ ആ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നിയമം എപ്പോഴും നീതിയുടെ പക്ഷത്താകണമെന്നില്ല. ഇതിൽ ആരെയാണ് യഥാർത്ഥത്തിൽ ശിക്ഷിക്കേണ്ടത്? നിയമപുസ്തകങ്ങൾ മാറ്റിവെച്ച് മനുഷ്യത്വത്തിന്റെ പേരിൽ രുദ്രൻ നായർ സാറയെ വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം തെളിയിക്കുന്നത് ചില മനുഷ്യർ അവർ ചെയ്ത തെറ്റിനേക്കാൾ വലിയ ശിക്ഷ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ്. മനുഷ്യന്റെ ആർത്തി എത്രത്തോളം ഭയാനകമാണെന്നും മുറിവേറ്റൊരു മനസ്സിന് പ്രതികാരത്തിനായി ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും കരുതുന്നത് നിയമം എല്ലാവർക്കും ഒരേ നീതിയാണ് നൽകുന്നത് എന്നാണോ? നിങ്ങൾ ഉണർന്നിരിക്കുകയാണോ? അതോ ഈ സിസ്റ്റത്തിന്റെ വെറുമൊരു കളിപ്പാവയാണോ? തീരുമാനം നിങ്ങളുടേതാണ്. ഇരുട്ടിന്റെ മറ നീക്കാൻ ഞങ്ങളോടൊപ്പം ചേരുക. ചുറ്റുമുള്ളവരെല്ലാം നല്ലവരാണെന്ന ആ പഴയ വിശ്വാസത്തിൽ. ഓർക്കുക, എല്ലാ മനുഷ്യർക്കുള്ളിലും ഒരു മൃഗം ഒളിച്ചിരിപ്പുണ്ട്. സ്വന്തം കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയ സാറയെ വെറുതെ വിട്ട രുദ്രൻ നായരുടെ തീരുമാനം ശരിയായിരുന്നോ? നിയമമാണോ അതോ മനുഷ്യത്വമാണോ വലുത്? നിങ്ങളുടെ യഥാർത്ഥ നിലപാട് താഴെ കമന്റ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് തലയാട്ടാൻ മാത്രമാണോ അതോ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിന്റെ ഇരട്ടത്താപ്പുകളെ ചോദ്യം ചെയ്യാൻ ഭയമില്ലാത്തവർ മാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. സത്യത്തിന്റെ ഈ ഇരുണ്ട മുഖം കാണാൻ ഭയമുള്ളവർക്ക് സുരക്ഷിതമായ നുണകൾ വിശ്വസിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. ഇതുപോലെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളുടെ ചിന്തകളെ വേട്ടയാടുന്ന ഇരുണ്ട സത്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്.
ആർക്കറിയാം, അടുത്ത ഇരുട്ട് നിങ്ങളുടെ